ഗൈസ്, കഴിഞ്ഞ വ്ളോഗ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ ഇപ്പോൾ ഈ വ്ളോഗ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് ലേറ്റ് ആയിപ്പോയി, 5 മണിയായി വൈകുന്നേരം. അപ്പോൾ ഇക്ക കട അടച്ചു പോകും. അപ്പോൾ ഞാൻ ഇക്കനെ വിളിച്ചിരുന്നു. അപ്പോൾ ഇക്ക ആലുവയ്ക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധനം എടുക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ വാങ്ങിയ ഓട്ടോ ക്ലച്ചിൻ്റെ സാധനം ഇപ്പോൾ ശരിയാക്കുന്നില്ല, ഇപ്പോൾ കണക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇപ്പോൾ സമയമുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് ഞാനിവിടെ റെയിൽവേ വൈഫൈയിൽ കണക്ട് ചെയ്തിട്ട് ഞാൻ വ്ളോഗ് അപ്ലോഡ് ചെയ്തു. 1 GB ഉള്ള വ്ളോഗാണ്, 5 മിനിറ്റ് പോലും പിടിച്ചില്ല. വളരെ സിമ്പിളായിട്ട് അപ്ലോഡായി. അപ്പോൾ ഇനി ക്രിയേറ്റേഴ്സ് ഔട്ട് ദർ നിയർ റെയിൽവേ സ്റ്റേഷൻസ്, റെയിൽവേ വൈഫൈ ഈസ് ടു ഫാസ്റ്റ്. അതെ, അച്ഛൻ പഠിപ്പിക്കണ 2-3 പിള്ളേരെയും ഗണിത ശാസ്ത്രമേളക്ക് കൊണ്ടാക്കിയിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ആക്ച്വലി എന്റെ വീഡിയോന് വേണ്ടി ഉപയോഗിക്കുന്ന ഗൊറില്ല പോഡൊക്കെ ഇല്ലേ, അതൊക്കെ ഭയങ്കര റഫ് യൂസ് ആണ്. എന്റെ ഫോണാണെങ്കിലും അതെ, ഐഫോണൊക്കെ ഒരു 20 തൊട്ടെങ്കിലും മിനിമം താഴെ വീണിട്ടുണ്ട്. ഗോപ്രോ ഞാൻ അധികം താഴെ ഇട്ടിട്ടില്ല, കാരണം അത് താഴെ വീഴാനായിട്ട് ഭയങ്കര ചെറിയ സാധനം കൊണ്ട് എന്റെ അധികം താഴെ വീണിട്ടില്ല. ഈ ഫോണും ഇപ്പൊ ഒരു 10-20 തൊട്ടായി താഴെ വീണു. അങ്ങനെ താഴെ വീണത് ഗൊറില്ല പോഡിന്റെ ശരിക്കും അടിയിലാണ് ഫിറ്റ് ചെയ്യുന്നത്. ആ സാധനത്തിന്റെ ആ സ്ക്രൂ ഊരിപ്പോയി ഗൈസ്. അതുകൊണ്ട് ഞാനിപ്പോ അതിന്റെ താഴെയുള്ളതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനകത്ത് ഇപ്പൊ എന്റെ ഗൊറില്ല പോഡിന്റെ ഈ ഒരു വശം കാണുന്നത്, അപ്പൊ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായി വരുന്നുണ്ട് ഗൈസ്. സ്റ്റാർട്ടപ്പ് ഒക്കെ തുടങ്ങാനൊക്കെ ആയിട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ ഞാൻ പറഞ്ഞുതരാണ്, ഫ്രീ ആയിട്ട് എടുത്തോ. ലാസ്റ്റ് ഉണ്ടാക്കി കഴിയുമ്പോൾ പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നാൽ മതി ഗൈസ്. ഗൊറില്ല പോഡില് ഒരു എക്സ്റ്റൻഷൻ പോൾ എനിക്ക് തോന്നുന്നു ഇതുവരെ ഇല്ലാന്ന് തോന്നുന്നു. ഇനി ഇത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. എനിക്ക് വാങ്ങാൻ ഭയങ്കര താല്പര്യം. ഓൾസോ ഫോർ സ്റ്റാർട്ടപ്പ് ഗൈസ്, ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഇതിന്റെ ഓഡിയോ ക്വാളിറ്റി കൂട്ടാനായിട്ട് ഞാനൊരു മൈക്രോഫോൺ കൂടെ വാങ്ങിയാലോന്ന് ആലോചിക്കുന്നുണ്ട്, ഫോണിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ വീഡിയോ മൈക്ക് മീ എന്നോ റോഡിന്റെ ഒരു മൈക്രോഫോണാണ് ഏറ്റവും നല്ലതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് ഇവിടെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്കുള്ള ഒരു പ്രശ്നം, ഞാൻ വൈഡ് ആംഗിൾ ഇടുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ വൈഡ് ആംഗിൾ ഇട്ടിട്ടില്ല. അതിനുള്ള റീസൺ ഞാൻ പറഞ്ഞ എൻ്റെ ഗൊറില്ല പോഡിന്റെ ഈ സൈഡ് കാണും. ഞാനിവിടെ മൈക്രോഫോൺ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ക്യാമറയിൽ അത് കാണും. ബട്ട് ഐഫോണിൻ്റെ ഒക്കെ കേസിൽ ക്യാമറ ഇവിടെയും മൈക്രോഫോൺ ഇപ്പുറത്തെ സൈഡിലുമാണ്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ഒരു ആ കൈൻഡ് ഓഫ് ഫോണുകൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു കോളർ മൈക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കേബിൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അതും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിങ്ങനെ നടന്നുകൊണ്ട് ട്രാവൽ ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്ന നേരത്തെ ഇതൊക്കെ ഈ സാധനമൊക്കെ വലിച്ചു പറിച്ചെടുക്കുക, ഇങ്ങനെ കണക്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്, നമ്മൾ ഈ വയർലെസ് മൗസൊക്കെ കണക്ട് ചെയ്യില്ലേ, അതായത് ലാപ്ടോപ്പിൻ്റെ USB ഒരെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മൗസിൽ ഓൺ ആയി കഴിഞ്ഞാൽ അത് വയർലെസ് മൗസായിട്ട് വർക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ചാർജിങ് പോർട്ടിലോ അല്ലെങ്കിൽ 3.5mm ജാക്കിലോ എന്തെങ്കിലും ഒരു അഡാപ്റ്റർ കണക്ട് ചെയ്തിട്ട് വയർലെസ് ഒരു മൈക്ക് മാത്രം, കോളർ മൈക്ക് മാത്രം അവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിത്തൗട്ട് വയർ, അതായത് വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മൈക്രോഫോൺ കണ്ടുപിടിക്കുകയാണെങ്കിൽ ട്രസ്റ്റ് മീ, ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആയിരിക്കും അത്. ചൂടപ്പം പോലെ വിറ്റുപോകും. കാരണം എന്നെപ്പോലെ ഇപ്പോൾ ഒരുപാട് പേര് ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്കറിയില്ല. അതായത് ഈ ഒരു ബുദ്ധിമുട്ട് എല്ലാവരും അനുഭവിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സംഭവം, അങ്ങനെയുള്ള പ്രൊഡക്ട്സ് ഒക്കെ വരുമ്പോൾ അടിപൊളിയായിരിക്കും. ഈ പറഞ്ഞ 2 ഗൊറില്ല പോഡിന്റെ കേസ് ആണെങ്കിലും ഇതേപോലത്തെ മൈക്രോഫോണിന്റെ കേസ് ആണെങ്കിലും ഈ 2 ഏതെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലോ നിങ്ങളൊന്ന് പറയുക കമന്റ് ബോക്സിൽ. അങ്ങനെയാണെങ്കിൽ എനിക്ക് വാങ്ങാനാ ഗൈസ്. അപ്പം എന്തായാലും ഇന്നത്തോടെ എനിക്ക് വണ്ടി ശരിയാക്കിയേ പറ്റൂ. വണ്ടി ഓടാത്ത കേടൊന്നുമില്ല കേട്ടോ. എന്നോട് കുറേ പേര് പറയാറുണ്ട്, കുറേ പേര് ചോദിച്ചു ഇങ്ങനെ, ബ്രോ വണ്ടിക്ക് പ്രശ്നമുണ്ടോ, വണ്ടി ഓടിക്കാൻ പറ്റാറില്ലേ, വണ്ടി എടുക്കാറില്ലേ. വണ്ടി എടുക്കണൊക്കെ ഉണ്ട്. ബട്ട് ഈ സാധനം ഞാൻ പറഞ്ഞില്ലേ, വേറെ എന്ത് കംപ്ലൈൻറ്റ് വന്നാലും വണ്ടിക്ക് പ്രശ്നമില്ല. ഈ ഒരു സാധനത്തിന് കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ആ ഒരു കംഫർട്ട് അങ്ങനെ തന്നെ പോയി. കാരണം ഗിയർ ഇടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള തോന്നുന്നുണ്ട്, അതിൻ്റെ ആ ക്ലച്ചിനൊരു സുഖമില്ല. അപ്പം ഇത് മാറ്റിയില്ലെങ്കിൽ എനിക്ക് ആ ഒരു ആ ഒരു സുഖമില്ല. അപ്പോൾ ഇതിന്ന് പോയിട്ട് നമുക്ക് ശരിയാക്കണം ഗൈസ്. ബാറ്ററി മാറ്റണം. പക്ഷെ ബാറ്ററി ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്നാലും ബാറ്ററി ഉണ്ടെങ്കിൽ നമ്മൾ രാത്രിയൊക്കെ ഓടിക്കുമ്പോൾ ആ ഒരു ഹെഡ്ലൈറ്റിന്റെ വെളിച്ചം നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് കൂടുകയും കുറയ്ക്കുന്നതിനനുസരിച്ച് കുറയുകയും ചെയ്യില്ല. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും വെച്ചേക്കാം, കാശ് കൊടുത്ത് വാങ്ങിയല്ലേ. ഇറ്റ്സ് ടൈം ടു ഗോ.
ഗൈസ് അങ്ങനെ നമ്മുടെ വർക്കൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പിക്കൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യാൻ കൊണ്ടുപോയേക്കാം, സെറ്റാക്കാം. ആക്ച്വലി ഇതൊരു ഭയങ്കര വെയിറ്റിംഗ് മൊമെന്റ് ആണ്. ഇക്ക ടെസ്റ്റ് റൈഡ് ചെയ്യാൻ കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് എടാ സെറ്റായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. ഇല്ല സെറ്റായിട്ടില്ല എന്നെനിക്ക് ഇക്ക ഒന്നും പറയില്ല, നേരെ വണ്ടി എടുത്ത് ഉള്ളിലേക്ക് കൊണ്ടുപോകും. ഭയങ്കര ഒരു വെയിറ്റിംഗ് മൊമെന്റ് ആണിത്. ഗൈസ് ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ഫോർത്തിലിട്ടിട്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ പോയി കഴിയുമ്പോൾ ന്യൂട്രലിലേക്ക് വീഴുന്നുണ്ട്. അതൊന്ന് ചെക്ക് ചെയ്യാൻ പോയി വെക്കാം. ഗൈസ് ബാക്കിയൊക്കെ ഓക്കെ, ബാറ്ററി കൂടെ സെറ്റ് ചെയ്ത് സെറ്റ്. ഗൈസ് ഫൈനലി നമ്മുടെ ചെറുക്കൻ കംപ്ലീറ്റ്ലി ഓൾ റൈറ്റ്, കംപ്ലീറ്റ്ലി റിക്കവേർഡ്. അടിപൊളിയുണ്ട്. ഇപ്പോൾ ഗിയറൊക്കെ ഇടുമ്പില്ലേ സ്മൂത്തായിട്ടാണ് ഗിയറൊക്കെ വീഴുന്നത്. ക്ലച്ചൊക്കെ അടിപൊളിയൊക്കെ ഉണ്ട്. ഇക്ക പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് വണ്ടി. അപ്പൊ ഇനി ആകെയുള്ള പിന്നെ ഇതുവരെ ഇല്ലാതിരുന്ന ഒരു സാധനം കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ വണ്ടി വാങ്ങിയപ്പോ തൊട്ട് ഈ സാധനമില്ല. ഇക്ക അവിടെ ഫ്രീ ആയിട്ട് ഒരെണ്ണം എടുത്ത് വെച്ച് തന്നു ഗൈസ്. പിന്നെ അതേപോലെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ആ കള്ളം വീഴുന്ന സീനില്ലേ, അതായത് ന്യൂട്രലിൽ വീഴുന്ന സീൻ, അത് നമ്മുടെ ഗിയർ ബോക്സിന്റെ ഉള്ളിലെ ഒരു മിസ്റ്റേക്ക് ആവാനാണ് ചാൻസ്. മിസ്റ്റേക്ക് എന്നല്ല, അതിപ്പോ ഇക്ക ചെക്ക് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം കുറേ കാര്യങ്ങൾ കാരണം, കുറേ മിസ്റ്റേക്സ് കാരണം ഫോർത്ത് ഗിയർ, അതായത് ടോപ്പ് ഗിയറിൽ നിന്ന് തള്ളി ന്യൂട്രലിലേക്ക് വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതുവരെ ഓടിച്ചപ്പോൾ എനിക്ക് ഇതുവരെ അങ്ങനെ ഫീൽ ചെയ്തില്ല. പക്ഷെ നല്ല സ്പീഡിൽ ഇക്ക ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിലേക്ക് ഓടിച്ചു നോക്കും. അപ്പം അങ്ങനെ നല്ലൊരു 70-80 km/h സ്പീഡിലൊക്കെ എത്തിയപ്പോൾ, ഓൾമോസ്റ്റ് ആ ഒരു റേഞ്ച് എത്തിയപ്പോൾ ന്യൂട്രലിലേക്ക് വീണു എന്ന് പറഞ്ഞു നിൽക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യണം. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ വണ്ടി എപ്പോഴും എനിക്ക് അടിപൊളിയായിട്ടിരിക്കണം എന്നുണ്ട്. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും കൂടെ ചെക്ക് ചെയ്യണം. അപ്പം ഇപ്പം ഒന്നും ചെക്ക് ചെയ്യുന്നില്ല, കാരണം 2-3 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യുള്ളൂ. ഇപ്പം എന്തായാലും 2-3 ദിവസത്തേക്ക് ഞാൻ ഭയങ്കര ബിസിയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാം. ഭയങ്കര ഒച്ചപ്പാടും ബഹളമാണ്. എന്തായാലും വീട്ടിൽ പോയിട്ട് സംസാരിക്കാൻ കഴിച്ചു. ഓക്കെ. അങ്ങനെ വീട് വണ്ടി പക്കയായി, ഒരു രക്ഷയില്ല. ഗിയറിംഗ് ഒക്കെ പക്ക സ്മൂത്തായി, അടിപൊളിയായി. പക്ഷെ ഈ പറഞ്ഞ പോലെ 3 വട്ടം ന്യൂട്രലിൽ വീണു. എത്രയൊക്കെ പതുക്കെ പോകണമെന്ന് പറഞ്ഞാലും, എത്രയൊക്കെ സേഫ് റൈഡ് എന്ന് പറഞ്ഞാലും, ആഫ്റ്റർ ഓൾ ഇറ്റ്സ് എ 2 stroke. ഞാനും വികാരമൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ന്യൂട്രലിലേക്ക് വീഴുന്നുണ്ട് ഗൈസ്. ഇപ്പം സമയം 6:15. അപ്പോൾ മറ്റേ പുസ്തക പൂജയൊക്കെ വെക്കുന്ന ദിവസമാണ്. ഞാൻ അമ്പലത്തിൽ പൂജ വെക്കാൻ പോയിട്ട് ഗൈസ്, ഞാൻ മാത്രം മുതുക്കൻ, ബാക്കിയെല്ലാം ചെറിയ പിള്ളേർ. ആ ക്യൂ നിന്നപ്പോൾ എല്ലാവരും എന്നെ നോക്കി ചിരിക്കുകയായിരുന്നു ഗൈസ്. പക്ഷെ രസമായിരുന്നു. ഞാനും എല്ലാവരെയും നോക്കി ചിരിച്ചു, എല്ലാവരും എന്നെ നോക്കി ചിരിച്ചു. ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഞെക്കി വെച്ചേക്കുക, ബി നോട്ടിഫൈഡ്. ഓക്കെ, ഇപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. ആൻഡ് ഇന്ന് ഒക്ടോബർ 5 എൻ്റെ ബർത്ത്ഡേ ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നാളെ ആയിരിക്കും. ആരും വിഷ് ചെയ്യാനൊന്നും നിൽക്കണ്ട, എൻ്റെ ബർത്ത്ഡേ ഇന്നായിരുന്നു ഗൈസ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഗൊറില്ലാപ്പോഡിൽ തന്നെ ഒരു എക്സ്റ്റൻഷൻ പോൾ. 400 meters, turn right onto Triveni Road.